ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ജിദ്ദയിലുള്ള കോർണിഷിൽ പോയതാണ് കേട്ടോ. ന്യൂ ജിദ്ദ പുതിയ കോർണിഷാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടേക്ക് പോയ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ മാഷാ അല്ലാഹ് 2024 നമ്മളോട് വിട പറഞ്ഞു പോവുകയാണ്. ഇനി അടുത്ത വീഡിയോ നമ്മൾ 2025 വീഡിയോസുമായിട്ടാണ് കേട്ടോ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണും ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ, മറക്കരുത്. നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് നോക്കി. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴേ നമുക്ക് പിന്നെ വീഡിയോസ് ഇങ്ങനെ ഇടാനുള്ള പ്രചോദനം ഉണ്ടാവുള്ളൂ. ഇത് ഇങ്ങനെ പെട്ടെന്ന് ഇതാക്കാൻ പറ്റില്ല, ഒരുപാട് പ്രയത്നങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ടറിഞ്ഞ് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നമ്മളെ. എന്തായാലും ഞങ്ങൾ പോയത് നിങ്ങളൊന്ന് കണ്ടു നോക്കിട്ടോ, എങ്ങനെയാണ് എന്താണെന്നൊക്കെ. നല്ല അടിപൊളിയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ പോകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഉച്ചക്ക് ഒരു 3:15 ഒക്കെ ആയപ്പോഴാണ് പോകണം. അപ്പം ആ സമയത്തുള്ള വ്യൂസൊക്കെ കണ്ടില്ല നിങ്ങളിതാ. പിന്നെ സ്ക്രീൻ ബിൽഡിങ് എന്നാണല്ലോ ഈ ബിൽഡിങ്ങിന് പേര്. അപ്പം അതൊക്കെ നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ, ഒരുപാട് കാഴ്ചകൾ പോകുന്ന വഴിയിൽ തന്നെ ഒരുപാട് ഇങ്ങനെ ഇവിടുത്തെ ബിൽഡിങ് തന്നെ വെറൈറ്റി ബിൽഡിങ്ങുകളാണ് കേട്ടോ. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് ഒരുപാട് കാണാനുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കി. നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. ക്ലൈമറ്റ് നോക്കി കടലാണത്. അതെന്തോ കല്ല് കൂട്ടിയിട്ടില്ലേ അതൊക്കെ. സൈക്കിളോട്ടാനൊക്കെ സൗകര്യമുണ്ട്. അടക്കും. ബസ് പോണേ മേൽക്കൂട് കയറുന്ന ബസ് മണ്ണ കണ്ടിരുന്നത്. നല്ല കളർ മീനുകളല്ലേ. ഇവിടെ അങ്ങനെ കളർ മീനായിട്ടില്ല. കടലിന്റെ ഒരു ഭംഗിയില്ലേ, നല്ല
ചെറിച്ച ഈ ബിൽഡിങ്ങിന്റെ വലിപ്പം ആകാശത്തെത്തിയാണ്. നമ്മളെന്നെ തല ഇറങ്ങണം. 11 കഴിഞ്ഞിട്ട് എത്ര പോണുണ്ട്? 38 39 ഉണ്ട്. എത്രോ നിലണ്ട്. റേസിനെ പിടിച്ച് നടക്കും മോനെ. ഈ റേസിന്റെ സ്വഭാവമാണ് ഇത്. റേസിന് ഇങ്ങനെ എടുത്ത് നടക്കണം അല്ലെ റേസിനെ? ചേട്ടാ എല്ലാരും കണ്ടില്ല നടക്കണ്. നടന്നിട്ട് പോണം. അപ്പള ഇത് ആസ്വദിക്കാൻ കഴിയുള്ളൂ. മോനെ ഇറങ്ങി നടക്ക്. നടന്നാലല്ലേ നല്ല രസം ഉണ്ടാവുള്ളൂ. കുറച്ച് നടക്ക്. അപ്പം മക്കളെ നമ്മൾ ബീച്ചിലേക്ക് വന്നതാണ് കേട്ടോ. ഇത് ഏതാ വെച്ച് ന്യൂ ജിദ്ദ അല്ലേ? ന്യൂ ജിദ്ദയിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ന്യൂ കോർണിഷ്. അപ്പം നമ്മൾ അവിടെ ഉള്ളത് എന്താ ഭംഗിയിലെ കാണാൻ തന്നെ. മെയിനായിട്ട് ഭക്ഷണം കഴിക്കാനാണ് ഇവിടെ ഉള്ളവർ വരുന്നത്. നമ്മളെ പോലെ കാണാനൊന്നുമല്ല. ഇവിടെ ഉള്ളവർ മെയിനായിട്ട് ഭക്ഷണം കഴിക്കാന്നുള്ള ഇതാണ്. അല്ല ബസ്സിലൊക്കെ ആൾക്കാരങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ പാർക്കിലൊക്കെ പോയാലുണ്ടാവില്ല അതേ ഫീലിംഗ് തന്നെയാണ്. പക്ഷെ അതിനേക്കാളും കുറച്ചൊരു ഭംഗിയുണ്ട് എന്നുള്ളൂ ഇവിടെ. ഇതാ ബസ്സിൽ പോണ്. അതേമാതിരി പല റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. മറ്റേ കാറുണ്ട്, സൈക്കിളുണ്ട്, അതൊക്കെ റൈഡുകളൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ നടന്ന് കാണുന്നതിനുള്ള സുഖം കിട്ടൂലല്ലേ നമ്മളിങ്ങനെ ഇതിലൊക്കെ പോകുമ്പോൾ അല്ലേ? നടന്ന് കാണുമ്പോൾ ഒരു സുഖമല്ലേ? പിന്നെ നടന്ന് കാണുമ്പോൾ നമ്മളവിടുന്ന് കുറേ പോരാണ്ടല്ലേ? 1 മണിക്കൂറൊക്കെ ഉണ്ടോ? അരമണിക്കൂർ? മണിക്കൂറല്ലേ നമ്മൾ നിൽക്കണോടത്തുനിന്ന് ഇങ്ങോട്ട്? അരമണിക്കൂറായിട്ടുള്ളൂ. അരമണിക്കൂറൊന്നുമല്ല. 3:45 വന്നിട്ട് നമ്മൾ 3:45 വന്നിട്ട് 4:30 ഇവിടെ എത്തുമ്പോൾ മണിക്കൂറിൻ്റെ അടുത്തായി. ഇരിക്കുക, നടക്കാതെ ഇരിക്കുക. വെള്ളത്തിൻ്റെ ഒരു ക്ലിയർ ഉണ്ട്. നിങ്ങൾ എന്താ അടിപൊളി. മറ്റേ കല്ലും മണ്ണും മുള്ളൊക്കെ കാണുന്നുണ്ടോ? അടിപൊളിയാണ്. പരന്ന് കിടക്കുന്നുണ്ടോ കടല്? ഇതിപ്പോ വെള്ളം കയറിയ അല്ലെങ്കിൽ ഇത്ര വെള്ളം ഉണ്ടാവൂല. അല്ല ഇതിപ്പോ വേലിക്കറ്റല്ലേ വെള്ളം. ഇങ്ങോട്ട് നോക്കടാ. ഇച്ച് എവിടെ നിർത്തിയ അങ്ങനെയാണ് ഒരുമാതിരി കുറുമ്പനെ. റിച്ച് നോക്കടോ. ഇച്ചെവിടെ എത്തിയ കുറുമ്പ് കാട്ടി. എല്ലാ കുട്ടികളും കണ്ടില്ല നടക്കണ. റിച്ചു ഒന്ന് നടന്നോക്കിയാ. നമ്മളിവിടെ ഒന്നുമില്ല, നമ്മളിവിടെ ഇറങ്ങിയത്. പട്ടം പറപ്പിക്കണതാ. പിന്നെന്താ ഇവിടെ എന്തോ കടകളൊക്കെ തോന്നില്ലേ ഇതിൻ്റെ ഉള്ളില്?
ഉള്ളിൽ കടകളൊക്കെ തന്നെ ഷോപ്പുകൾ, ഓരോ ഷോപ്പുകളെ മുസല്ല ആ പുതിയത് ഷോപ്പാക്കി വെച്ചിട്ടുള്ളു. വേസ്റ്റ് കിട്ടുന്നില്ലേ? നടന്നോളൂ നടന്നോളൂ നടക്കേ. ഇങ്ങനെ നടക്കാൻ തന്നെ ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. കൂടെ ഈ കാറ്റടിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ ഭയങ്കര രസം. നമ്മളെ റിച്ചിട്ട് എന്തോ സാധനം കിട്ടിയപ്പോൾ നടക്കാൻ തുടങ്ങിട്ടോ. അവനക്ക് പിന്നെ എന്തെങ്കിലും കിട്ടണം. റിച്ചു ഒരായി കൊടുക്കൂ, റിച്ചു ഒരായി കൊടുക്കൂ. കടലൊക്കെ നല്ല കാറ്റടിക്കുന്നുണ്ട്. അപ്പം ഗൈസ് നമ്മളിതാ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട്, കഴിച്ചോക്കെ. ചിന്തല്ല ഇങ്ങനെ ആ ബിൽഡിങ്ങിലൊക്കെ ലൈറ്റ് എത്തില്ലേ രാത്രിയപ്പോ? ഇവിടൊക്കെ ലൈറ്റ് എത്തി. കടലിൻ്റെ ഒരു ഭംഗിയൊക്കെ രാത്രിയാവും തോറും ഭംഗി കൂടുതലേ കടലിൽ. ഐസ്ക്രീം എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതിന് പോയിട്ടുണ്ട് കേട്ടോ. ഇതെന്തിനാ കണ്ടോ കുട്ടികളൊക്കെ വണ്ടിയൊക്കെ ഓടിക്കണ്. വീട്ടിൽ നിന്ന് വണ്ടിയൊക്കെ കൊണ്ടുവന്ന് വണ്ടിയൊക്കെ ഓടിക്കും. ലൈറ്റൊക്കെ കത്തിയതാ പോണു ബസ്. രാത്രി ആകുമ്പോൾ ലൈറ്റൊക്കെ ഇടൂലേ. സൂപ്പർ സൂപ്പർ. അതാ റിച്ചുട്ടന് വെള്ളം കുടിക്കാൻ വേണ്ടി നമ്മള് വെള്ളം വാങ്ങിക്കൊണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടി ഒരായി കൊടുക്ക്. ആയി കൊടുക്കണ റാനിയ ആയി കൊടുക്കൂ.
ഗായ്സ് നമ്മൾ ഇവിടുന്ന് പോകുകയാണ് കേട്ടോ. രാത്രി ഒരു 8 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഇവിടുന്ന് നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കുട്ടികൾക്ക് റിച്ചുട്ടന് ചെറിയൊരു ജലദോഷപ്പനിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അധികം നിന്നാൽ ഓവറാകണ്ട വെച്ചിട്ട് നമ്മൾ പോകും കേട്ടോ. രാത്രിക്കത്തെ വ്യൂസ് കണ്ടില്ല, അടിപൊളിയാണ് കേട്ടോ. ഏതായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടിട്ടോ. അപ്പോൾ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വർഷം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഈ വർഷത്തിലെ വീഡിയോസൊക്കെ നമ്മൾ ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത വർഷം വീണ്ടും കാണുമ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കണം. ബായ്, അസ്സലാമു അലൈക്കും.